അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ തഫ്സീർ പഠനത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സൂറത്തുൽ ലൈലാണ് ഇന്ന് നാം വിശകലനം ചെയ്യുന്നത്. ലൈൽ എന്ന് പറഞ്ഞാൽ ഇരുൾ മൂടുന്ന രാവ്, രാത്രി എന്നർത്ഥം. സൂറത്തു അൽ ലൈലിൽ ഖുർആൻ്റെ 92-ാമത്തെ അധ്യായമാണിത്. ഇതിൽ 21 സൂക്തങ്ങളാണ് അടങ്ങുന്നത്. ഇത് മക്കിയായ അധ്യായങ്ങളിൽപ്പെട്ടതാണ്. 2 ജീവിത വീക്ഷണങ്ങളും അതിൻ്റെ അനന്തര ഫലങ്ങളുമാണ് ഈ സൂറയുടെ പ്രമേയം. മനുഷ്യർ നടത്തുന്ന എല്ലാ പ്രയത്നങ്ങളും അവയുടെ ധാർമ്മിക സ്വഭാവം പരിഗണിക്കുമ്പോൾ അവ വ്യത്യസ്തങ്ങളാകുന്നു. രാപ്പകലുകളും ആണും പെണ്ണും വ്യത്യസ്തമായതുപോലെ. തുടർന്ന് 3 സദ്ഗുണങ്ങളും 3 ദുർഗുണങ്ങളും വിവരിക്കപ്പെട്ടിരിക്കുന്നു. സദ്ഗുണങ്ങളിൽ അധിഷ്ഠിതമായ ജീവിത രീതിയും ദുർഗുണങ്ങളിൽ അധിഷ്ഠിതമായ ജീവിത രീതിയും പരസ്പര വിരുദ്ധമാണ്. ഈ 2 രീതികളിൽ ഏതിനെ അവലംബിക്കുന്നുവോ അതിനനുസരിച്ച് നന്മയുടെയും തിന്മയുടെയും സരണികളിലുള്ള കുതിപ്പിന് ആക്കം കൂടുന്നു. ധനത്തെ എല്ലാമായി കാണുന്ന മനുഷ്യൻ മരിക്കുമ്പോൾ അതുമായി പോകുന്നില്ല എന്ന യാഥാർത്ഥ്യം ചൂണ്ടിക്കാട്ടുന്നു. മനുഷ്യന് നന്മ തിന്മകളുടെ സരണി വ്യക്തമാക്കി തരുന്നതിനായി അള്ളാഹു ദൂതന്മാരെയും വേദങ്ങളെയും നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇഹപര ലോകങ്ങളുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഏതു നേടണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നാൽ ഈ സത്യസന്ദേശത്തെ തള്ളിക്കളയുന്നവന് ആളിക്കത്തുന്ന നരകം തയ്യാറാണെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. നിസ്വാർത്ഥമായി ധനം ചെലവഴിക്കുന്ന ഭക്തരെ അള്ളാഹു കടാക്ഷിക്കുമെന്ന സുവിശേഷം അറിയിച്ചുകൊണ്ട് ഈ അധ്യായം സമാപിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى. ഈ അധ്യായത്തിൻ്റെ വിശകലനത്തിന് നമ്മൾ ആദ്യത്തെ 11 വാക്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. തുടർന്ന് ബാക്കിയുള്ള വാക്യങ്ങളുടെ വിശകലനവും പറയുന്നതാണ്. അതിനാൽ തന്നെ ഇത് 2 എപ്പിസോഡായിട്ടാണ് ഈ സൂറ നമ്മൾ അവതരിപ്പിക്കുക. ആദ്യത്തെ 11 വാക്യങ്ങളുടെ പദവിശകലനം. വല്ലയിൽ, രാത്രി തന്നെയാണ് സത്യം. ഇതാ യക്ഷ, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. വന്നഹാർ, പകൽ തന്നെയാണ് സത്യം. ഇതാ തജല്ല, അത് തെളിഞ്ഞു വരുമ്പോൾ. വമാ ഖലഖ, സൃഷ്ടിച്ച രീതിയെ തന്നെയാണ്. അദ്ദക്കറ, ആണിനെ, വൽ ഉൻസ, പെണ്ണിനെയും. ഇന്ന സഅയക്കും, തീർച്ചയായും നിങ്ങളുടെ പരിശ്രമങ്ങൾ. ലശത്ത, പലവിധം തന്നെ. ഫ അമ്മ, എന്നാൽ അപ്പോൾ. മൻ അത്ത, ആർ ദാനം കൊടുത്തുവോ. വത്തക്ക, ഭക്തി പുലർത്തുകയും ചെയ്തുവോ. വസദ്ദക്ക, സത്യമാക്കി അംഗീകരിച്ച്. ബിൽ ഹുസ്ന, നല്ലതിനെ, നന്മയെ. ഫസനു യസ്സിറുഹു, നാം അവന് സൗകര്യം ഒരുക്കി കൊടുക്കും. ലിൽ യുസ്ര, സുഖമായതിലേക്ക്. വ അമ്മാമൻ, എന്നാൽ ഏതൊരുവൻ. ബഹില, പിശുക്ക് കാട്ടിയോ. വസ്തകന, തനിക്ക് താൻ പോന്നവനാണെന്ന് നടിക്കുകയും ചെയ്തുവോ. വഖദ്ദബ, വ്യാജമാക്കുകയും ചെയ്തുവോ, അല്ലെങ്കിൽ തിരസ്കരിച്ചുവോ. ബിൽ ഹുസ്ന, നന്മയെ. ഫസനു യസ്സിറുഹു, നാം അവന് സൗകര്യം ഒരുക്കി കൊടുക്കും. ലിൽ ഉസ്ര, ദുർഘടമായതിലേക്ക്. ഉമാ യുഗനി, ഉപകരിക്കുകയില്ല. അൻഹു, അവന്. മാലുഹു, അവൻ്റെ ധനം. ഇതാ തറദ്ദ, അവൻ നാശത്തിൽ പതിക്കുമ്പോൾ. ഇവിടെ ഇതിൻ്റെ പദങ്ങളുടെ അർത്ഥം ഇങ്ങനെയാണ്. ഇതിൽ 1-2 വാക്കുകളുടെ 1-2 ആശയങ്ങളുടെ പ്രത്യേകമായ വിശകലനം തഫ്സീറുകളിൽ നിന്ന് ഇപ്രകാരം നമുക്ക് വായിക്കാം. ഒമാ ഖലഖ ദക്കറ വലുൻസ എന്ന ആയത്തിന് തഫ്സീർ മുനീർ നൽകിയ വിശദീകരണം ഇപ്രകാരമാണ്. വൽ ഖാദിറു അല്ലദി ഖലഖ ആദം വ ഹവ്വ വകുല്ല ദക്കർ വ ഉൻസ ഫിൽ ഇൻസാനി വൽ ഹയവാനി വൻ നബാത്ത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഹവ്വായിനെയും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളവനാണവൻ. ഇതുപോലെ മനുഷ്യരിലും ജിന്നുകളിലും സസ്യങ്ങളിലും ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചവൻ എന്നാണ് അതിൻ്റെ വിശകലനമായി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇന്ന സയ്യക്കും ലശത്ത എന്ന ആയത്തിനെ സംബന്ധിച്ച്
എന്ന വാക്യത്തെ സംബന്ധിച്ചുള്ള വിശകലനത്തിൽ ഇബ്നു അബ്ബാസ് പറയുന്നത്, ഇന്ന അമാലക്കും ല മുഖ്തലിഫ അമലുൽ ലിൽ ജന്ന വ അമലുൽ ലിന്നാർ. തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തങ്ങളാണ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം, നരകത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം എന്നിങ്ങനെ വ്യത്യസ്തമാണ്. സാദുൽ മസീർ 9-ാം വാള്യം 145-ാം പേജ്. ഈ വാക്യങ്ങളുടെ അർത്ഥം പരിശോധിച്ചാൽ, അർത്ഥത്തെ നാം അവതരിപ്പിക്കുമ്പോൾ, വല്ലൈലി ഇദാ യഖ്ഷ, ഇരുൾ മൂടുന്ന രാവിനെ തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ തജല്ല, തെളിഞ്ഞു വരുന്ന പകലിനെ തന്നെയാണ് സത്യം. വമാ ഖലഖ ദക്കറ വൽഉൻസ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതിയെ തന്നെയാണ് സത്യം. ഇന്ന സഅയക്കും ലശത്ത, തീർച്ചയായും നിങ്ങളുടെ പരിശ്രമങ്ങൾ പലവിധമാകുന്നു. ഫ അമ്മാമൻ ആത്ത വത്തഖ, എന്നാൽ ദാനം കൊടുക്കുകയും ഭക്തി പുലർത്തുകയും, വസദ്ദഖ ബിൽ ഹുസ്ന, നന്മയെ അംഗീകരിക്കുകയും ചെയ്തവന്, ഫസനു യസ്സിറുഹു ലിൽ യുസ്ര, സുഗമമായതിലേക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നതാണ്. വ അമ്മാമൻ ബഖില വസ്തഗ്ന വകദ്ദബ ബിൽ ഹുസ്ന ഫസനു യസ്സിറുഹു ലിൽ ഉസ്ര, എന്നാൽ പിശുക്ക് കാട്ടുകയും തനിക്ക് താൻ പോന്നവനെന്ന് നടിക്കുകയും നന്മയെ തിരസ്കരിക്കുകയും ചെയ്തവനാകട്ടെ അവന് നാം ദുർഘടമായതിലേക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നതാണ്. ഉമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ, അവൻ നാശത്തിൽ പതിക്കുമ്പോൾ അവന്റെ ധനം അവന് ഉപകരിക്കുകയില്ല. ഇതാണ് ഈ ആയത്തുകളുടെ നേർക്കുനേരെയുള്ള സാരം. ഈ ആയത്തുകളുടെ മൊത്തത്തിലുള്ള തഫ്സീറിലേക്ക്, അതിൻ്റെ വിശകലനത്തിലേക്ക് നാം കടന്നാൽ നമുക്കതിനെ ഇങ്ങനെ മനസ്സിലാക്കാവുന്നതാണ്. രാവും പകലും, ആണും പെണ്ണും പരസ്പര ഭിന്നവും അവയുടെ സ്വാധീനത്തിലും അനന്തരഫലത്തിലും പരസ്പര വിരുദ്ധവുമാണ്. രാത്രി കടന്നു വരുമ്പോൾ ഇരുൾ മൂടുന്നു, പകൽ സമാഗമിക്കുമ്പോൾ വെളിച്ചം പ്രസരിക്കുന്നു. ഇതേ രീതിയിൽ മനുഷ്യരിൽ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളിൽ തെളിച്ചമുള്ളതും ഇരുണ്ടതുമുണ്ട്, ധർമ്മവും അധർമ്മവുമുണ്ട്, ശരിയും തെറ്റുമുണ്ട്. ഭിന്നങ്ങളായ പ്രവർത്തനങ്ങളെല്ലാം ഇവ രണ്ടിലേതെങ്കിലും ഒന്നിൽ ഉൾപ്പെടുന്നു. തെളിച്ചമുള്ള പ്രയത്നങ്ങളിൽ 3 മുഖ്യ ഘടകങ്ങൾ ചേർന്നിരിക്കുന്നു. ഒന്ന് ധനമാണ് സർവ്വതുമെന്ന് കരുതി അതിൻ്റെ മുകളിൽ അടയിരിക്കുന്ന പ്രവണത ഒഴിവാക്കുക. ധനം അള്ളാഹു നൽകിയിട്ടുള്ള ഒരു അമാനത്താണെന്ന് കരുതുക. ആ ധനം കൊണ്ട് സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള ബാധ്യതകൾ നിർവഹിക്കുക. സൽക്കാര്യങ്ങളിലും സമസൃഷ്ടികളെ സേവിക്കുന്നതിലും ചെലവഴിക്കുക. 2, അള്ളാഹുവിനെ ഭയപ്പെടുക, അവനെ സൂക്ഷിക്കുക. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വിധേയമാകുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അവൻ്റെ അതൃപ്തിക്ക് പാത്രമാകുന്ന വിശ്വാസങ്ങളും സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും കർമ്മങ്ങളും വെടിയുക. 3, നന്മയെയും നല്ലതിനെയും അംഗീകരിക്കുക, തിന്മയെയും ചീത്തയെയും അംഗീകരിക്കാതിരിക്കുക. വിശ്വാസത്തിലും കർമ്മത്തിലും നന്മയെ ഉയർത്തിപ്പിടിക്കുക, നല്ല കാര്യങ്ങളിലും സഹകരിക്കുക. കർമ്മങ്ങളിൽ നന്മയെ സത്യപ്പെടുത്തുക എന്നാൽ അള്ളാഹുവിങ്കൽ നിന്ന് നിർദ്ദേശിക്കപ്പെട്ട ധർമ്മസംഹിതക്കൊത്ത് ജീവിതം ചിട്ടപ്പെടുത്തുക എന്നതാണ്. ഇപ്രകാരം ജീവിതം ചിട്ടപ്പെടുത്തുമ്പോൾ ആത്മസംഘർഷമില്ലാത്ത ജീവിത സരണിയിലേക്കുള്ള പാത സുഗമമാക്കപ്പെടും. പാപമംഗലമായ ജീവിതത്തിന് സകല ഭാഗത്തു നിന്നും നേരിടേണ്ടി വരുന്ന സംഘർഷങ്ങളോ സമരങ്ങളോ അഭിമുഖീകരിക്കേണ്ടി വരില്ല. ഓരോ ചുവടുവെപ്പിലും സമാധാനവും ശാന്തിയും അനുഭവിച്ചുകൊണ്ടിരിക്കും. തൻ്റെ ധനം സമസൃഷ്ടികളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവൻ, എല്ലാവരോടും നല്ല നിലയിൽ വർത്തിക്കുന്നവൻ, ജീവിതം പരിശുദ്ധമാക്കി നിലനിർത്തുന്നവൻ, വഞ്ചനയും കാപട്യവും കാണിക്കാത്തവൻ, ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സവിശേഷമായ ഒരു മൂല്യവും മഹത്വവും കൽപ്പിക്കപ്പെടും. ഈ സരണി പ്രഥമ വീക്ഷണത്തിൽ ദുർഘടമായി തോന്നുമെങ്കിലും ആത്യന്തിക ഫലത്തിൽ അത് സുഗമമാണെന്ന് ബോധ്യം വരും. ഇരുണ്ട പ്രവർത്തനങ്ങളിൽ ഉൾച്ചേർന്നിരിക്കുന്നതും മൂന്ന് മൗലിക ഘടകങ്ങളാണ്. 1, ദൈവമാർഗത്തിലും സൽക്കാര്യത്തിലും ധനം ചെലവാക്കാതെ പണം കുന്നുകൂട്ടി വെക്കുന്നവനാണ് ലുബ്ധൻ. ഇപ്രകാരമുള്ള ലുബ്ധ് ജീവിതത്തിന്റെ മുഖമുദ്രയാക്കുന്നവൻ. 2, നന്മയെ അതിൻ്റെ ചട്ടവട്ടങ്ങളോടുകൂടി അംഗീകരിക്കുകയും അതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്ന പ്രവണതയുള്ളവനായി തീരുക. അത് നന്മയെ അതിൻ്റെതായ ചട്ടവട്ടങ്ങളോട് അംഗീകരിക്കാതിരിക്കുകയും അതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്ന പ്രവണത ഉള്ളവനായി തീരുക. ഈ വക ദുർഗുണങ്ങൾ സമ്മേളിക്കുന്നവൻ്റെ അകത്തളം സംഘർഷപൂരിതമായി തീരും. ദുശ്ചെയ്തികളുടെ പെറ്റുപെരുകൾ ജീവിതത്തിൻ്റെ വൈത്താരയിൽ ക്ലേശത്തിൻ്റെ മുൾപടർപ്പുകൾ സൃഷ്ടിക്കുന്നവയാകും. ഭൂമിയിൽ താൻ അമൂല്യമായി കരുതിയിരുന്ന തൻ്റെ ധനം ജീവിതയാത്ര അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ വിട്ടേച്ചു പോകുന്നു. തൻ്റെ കബറിലേക്ക് തൻ്റെ ബംഗ്ലാവോ വാഹനമോ ഭൂസ്വത്തോ ഖജനാവോ പോകാനാവില്ല. ധനപൂജ വെടിഞ്ഞ് സൃഷ്ടാവിൻ്റെ കൽപ്പന ശിരസാ വഹിച്ച് ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഈ സൂറ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. സൽക്കർമ്മിയുടെ ജീവിതത്തെ സംബന്ധിച്ച് ഖുർആൻ മറ്റൊരിടത്ത് വ്യക്തമാക്കുന്ന ഇപ്രകാരമാണ്: മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ.
സൽക്കർമ്മം ചെയ്ത് ജീവിക്കുന്നവൻ്റെ ജീവിതം സമാധാനപൂർണ്ണമായിരിക്കുമെന്ന ആശയമാണ് ഇവിടെ പറഞ്ഞത്. വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ നാം അവനൊരു പരിശുദ്ധ ജീവിതം അരുളുന്നതാണ്. സൂറ നഹ്ല് 97 വാക്യത്തിൽ. ഖുർആൻ മറ്റൊരിടത്ത് വ്യക്തമാക്കുന്നു, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുർ റഹ്മാനു വുദ്ദ. സത്യവിശ്വാസികളാവുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാരോ കരുണാമയൻ അവരോട് ഹൃദയങ്ങളിൽ മൈത്രി ഉളവാക്കുന്നതാണ്. സൂറ മറിയം 96 വാക്യം. അപ്പോൾ ഈ 2 വാക്യങ്ങളിലും സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളത്, അതുതന്നെ ശരിയായ രീതിയിലുള്ള വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അത് ആരനുഷ്ഠിച്ചാലും അവർക്ക് നല്ല സമാധാനപൂർവകമായ ഒരു ജീവിതം ഉണ്ടായിത്തീരുമെന്നുള്ളതാണ്. അത് മൂല്യവത്തായ കാര്യങ്ങൾ ഊന്നിന്ന് പോകുന്നവന് താൻ മൂല്യത്തിലാണ് കുടികൊള്ളുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അസ്വസ്ഥതയുടെ പടർപ്പുകൾ അവൻ്റെ മനസ്സിനെ പിടികൂടുകയില്ല. പിശുക്കൻ്റെ പരിണാമത്തെപ്പറ്റി, ലുബ്ധനായിത്തീരുന്നവൻ്റെ പരിണാമത്തെപ്പറ്റി എപ്രകാരമായിരിക്കുമെന്ന് ഖുർആൻ മറ്റിടത്ത് വിവരിക്കുന്നു. വലാ യഹ്സബന്ന ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും സയുതവഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ വലില്ലാഹി മീറാസു സമാവാതി വൽ അർദ് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് തങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ പിശുക്ക് കാണിക്കുന്നവർ അതവർക്ക് ഗുണകരമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അല്ല, അവർക്ക് ദോഷകരമാണത്. അവർ പിശുക്ക് കാണിച്ച ധനം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവരുടെ കഴുത്തിൽ മാല ചാർത്തപ്പെടുന്നതാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അനന്തരാവകാശം അള്ളാഹുവിനത്രേ. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ആലു ഇമ്രാൻ 180. ഈ വാക്യത്തിൽ നിന്ന് പിശുക്കൻ്റെ പരിണാമത്തെപ്പറ്റിയും അള്ളാഹു പറഞ്ഞു തരുന്നു. അതിനാൽ തന്നെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, ധനത്തിൻ്റെതായ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ചെലവാക്കുകയും സ്വന്തം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തദാസന്മാരായി തീരാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് വേണ്ടത് എന്ന സന്ദേശം കൂടി ഈ സൂറ നൽകുന്നു. അപ്പോൾ ഈ സൂറ മൊത്തത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സദ്ഗുണങ്ങളെ സംബന്ധിച്ചും ആ സൽഗുണങ്ങൾ മുഖേന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശാന്തിയെപ്പറ്റിയുമെല്ലാം നല്ല സന്ദേശങ്ങളാണ് നമ്മുടെ ഭാഗവെക്കുന്നത്. ഈ സന്ദേശങ്ങളെ ഉൾക്കൊണ്ട് ജീവിതത്തെ പ്രകാരം ക്രമീകരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.